നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ആളായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? അല്ല നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ. നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേനെ. കലാമണ്ഡലം സത്യഭാമയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ട കലാകാരനുമായിട്ടുള്ള RLV രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമ കുപ്രസിദ്ധി നേടുന്നത്. ഈ കറുത്ത് കാക്കിയെ പോലെ ഇരിക്കുന്നവരാണോ മോഹിനിയാട്ടം കളിക്കുന്നത്? ഇവരെന്നും കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നും പറഞ്ഞാണ് അന്ന് RLV രാമകൃഷ്ണനെ സത്യഭാമ അധിക്ഷേപിച്ചത്. അന്ന് അത് വൻ വിവാദമായി വലിയ വാർത്തയായി. ഒരുപാട് പേർ സത്യഭാമയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ സത്യഭാമയ്ക്കെതിരെ സംസാരിച്ച ഒരാളായിരുന്നു നമ്മുടെ മല്ലിക സുകുമാരൻ. മല്ലിക ചേച്ചി സത്യഭാമനെ നല്ലോണം ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ വേറെ ഉണ്ടായിരുന്നു. അവര് മരിച്ചുപോയി. ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ എന്നായിരുന്നു അന്ന് മല്ലിക ചേച്ചി സത്യഭാമയ്ക്കെതിരെ പറഞ്ഞത്. എന്തായാലും ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 1 വർഷവും 4 മാസവും കഴിഞ്ഞു. എല്ലാവരും ഇതൊക്കെ മറന്നു തുടങ്ങി. പക്ഷെ സത്യഭാമക്ക് ഇതൊന്നും അങ്ങനെ മറക്കാൻ കഴിയില്ല മക്കളെ. അങ്ങനെ മറക്കാനും പൊറുക്കാനും സത്യഭാമ വെറും ശുദ്രനോ വൈഷ്ണവനല്ല, വെറും ഊളയാണ് ഊള. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം കഴിഞ്ഞൊരു സംഭവത്തെ ഇപ്പോഴും മനസ്സിലിട്ട് ആ വൈരാഗ്യവും പേര് നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പോലും ഇവർ മല്ലിക ചേച്ചിക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മല്ലിക ചേച്ചിയെ മാത്രമല്ല, അന്ന് RLV രാമകൃഷ്ണൻ വിഷയത്തിൽ ഇവർക്കെതിരെ പ്രതികരിച്ച എല്ലാവർക്കെതിരെയും ഇവർ ഇന്റർവ്യൂവിലും മറ്റു വന്നിരുന്നു ഇപ്പോഴും അധിക്ഷേപിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പോയതാ എല്ലാവരും തെറി പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് വരെ ചെയ്തിരിക്കുകയാണ് സത്യഭാമ. തനിക്കെതിരെ സംസാരിച്ചവരെയും കമന്റ് ഇട്ടവരെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യഭാമ തെറി വിളിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഫേസ്ബുക്ക് ലൈവിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യമേ തന്നെ ഒരു ഡോക്ടർ ബിപിൻ ബാബു, ഇവനെ ഏത് ഡോക്ടറാ? എൻ്റെ ബിബിൻ എന്നെ നമശിവായെന്ന് അറിയാത്ത ഒരാളാണ് അല്ലേ? എന്നെ അറിയാത്ത ബിബിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ആളായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. ആഹാ, സത്യഭാമ എന്തായാലും അവരുടെ സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിച്ച്. ഇതിനു മുമ്പ് ഇങ്ങനെ ലൈവിൽ വന്ന് തെറി പറയുന്ന ഒരാളെ കണ്ടത് ഷാജിദ ഷാജിയാണ്. സത്യഭാമന്റെ തെറിവിളി കേട്ടപ്പോ പെട്ടെന്ന് ഷാജിദ ഷാജിന് ഓർമ്മ വന്നു. 2 പേർക്കും ഒരേ നിലവാരമാണ്. സത്യഭാമ ചേച്ചിക്ക് അത്യാവശ്യം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അറിയാമെന്നുള്ളതാണ് ഏക വ്യത്യാസം. എന്തായാലും ബാക്കി തെറി കൂടി പറഞ്ഞാട്ടെ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാ. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകമൊന്നും ഇല്ലാണ്ടല്ലേ നീ നിന്റെ അമ്മയുടെ വയറ്റിന്ന് പറഞ്ഞേ. നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാനോടാ നീ ഇരിക്കണ? ഇപ്പൊ എൻ്റെ 67ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരടാ തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? എന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാകാല നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ. നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ, മനസ്സിലായ? എന്നിട്ട് നീ എൻ്റെ അടുത്ത് വാ, സത്യഭാമ ടീച്ചറിന്റെ അടുത്ത്. നീ സത്യഭാമ ടീച്ചറിന്റെ അടുത്തേക്ക് വാടാന്നൊക്കെ. ഏത് ടീച്ചർ? നിങ്ങളെ പോലുള്ള വിഷജന്തുക്കളെ ഒന്നും ടീച്ചർ എന്ന് വിളിക്കാൻ കഴിയൂല. അതുകൊണ്ട് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ കമന്റ് ഇട്ട ഡോക്ടർ ബിബിൻ നിങ്ങളെ അമ്മച്ചി എന്ന് വിളിച്ചെങ്കിൽ നന്നായി പോയി. നിങ്ങളുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ അമ്മച്ചി എന്നല്ലേ വിളിക്കേണ്ടത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോകും. അമ്മച്ചി വിളി ഈ തലക്ക് ഒട്ടും സഹിച്ചില്ല. എന്നിട്ട് ഈ ഡോക്ടറുടെ വീട്ടിലിരിക്കുന്ന അമ്മയെ വരെ തെറി പറഞ്ഞേക്കുന്നു. ഇവരുടെ നിലവാരം നോക്കണം നിങ്ങൾ. ഈ RLV രാമകൃഷ്ണനെ കാക്കയെ പോലെ കറുത്തിരിക്കുന്നവൻ എന്ന് വിളിച്ച ആളാണ് ഈ സത്യഭാമ എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഇവർക്ക് ഇവരുടെ വയസ്സായി എന്ന് പറഞ്ഞത് തീരങ്ങ് പിടിച്ചില്ല. ഇപ്പോഴും മധുരപ്പതിനെയാണെന്നാണ് തള്ളന്റെ വിചാരം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നാലും മാക്കൂടി കേട്ടോക്കാം. എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിയേക്കണ നീ പിന്നെ കമന്റിൽ ഏതോ ഒരുത്തം വന്ന് മെഴുകുന്നുണ്ടെന്നാ. നീ അന്വേഷിച്ച് പിടിക്കണവനെ. എടാ നീ എന്തെന്നാ വിചാരിച്ച ഡോക്ടറാ? നിന്നെ ഡോക്ടറിനല്ലേ വിളിക്കണ്ടേ തെണ്ടി ബിബിനെ, മനസ്സിലായ? നീ ഡോക്ടറാ. നിന്നെ ഒരുത്തം വന്ന് മെഴുകണം. നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളെന്നാ? എന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടടാ, നീ ഇങ്ങോട്ട് വാ. അതെ, ഗ്യാങ്ങുമായി വന്നവളാണ് ഈ സത്യഭാമ. ഗാങ്സ്റ്റർ ആണ്, ഗാങ്സ്റ്റർ. കളിക്കാൻ നിൽക്കല്ല മക്കളെ. നിനക്കൊന്നും ഈ സത്യഭാമന് ശരിക്കും അറിയില്ല. വെറും തറയാണ് ഞാൻ. എന്തൊക്കെ കേൾക്കണല്ലേ? നിങ്ങളുടെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടെന്ന് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോ തന്നെ മനസ്സിലായിക്കണം. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് കമന്റ് ബോക്സ് മുഴുവനും. സത്യഭാമ ടീച്ചർ മുത്താണ്, ടീച്ചർ ഇസ് ലവ്, ടീച്ചർ എനിക്ക് അമ്മയെ പോലെയാണ്. ഈ കമന്റ് കണ്ടിട്ട് ഞാൻ തന്നെ അന്ന് വിട്ടുപോയി. പണ്ട് നിലം തൊടാതെ ഏറിൽ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സപ്പോർട്ട് കിട്ടാൻ എന്താണ് കാരണമെന്ന് കുറെ ആലോചിച്ച്. PR വർക്ക് ആയിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ അത് ബോധ്യമായി. കൂടെ ഒരു ഗ്യാങ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ PR വർക്ക് തന്നെ, അല്ലാതെ ഇവരൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്? എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. ഇനി ഇതിന്റെ താര കൊണ്ട് കമന്റ്സ് ഇടണ നായ
നീ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാ? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ, നിന്റെ ഹോസ്പിറ്റലിൽ എവിടെയാന്ന് വെച്ചാ കാണിച്ചു തരണ നിനക്ക്. നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവരുന്ന കാണാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതും കേട്ടാ, വൃത്തികെട്ടാന്. നീ നിന്റെ തള്ളയുടെ കാര്യങ്ങളൊക്കെ നോക്കടാ, അതാ നല്ലത് വീട്ടില് കേട്ടാ. നിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പുറകെ കിടക്കും, അതാ നല്ലത്. ഇനി വേറെ ഒരുത്തി, അതായത് ദൈവമേ, ഇത് കഴിഞ്ഞില്ലേ? ചേച്ചി വലിയൊരു പേപ്പറും കൈ പിടിച്ച് തെറി പറയാനുള്ള ആളുകളുടെ ലിസ്റ്റും തയ്യാറാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഒന്ന് കഴിഞ്ഞു, ഇനി അടുത്തതെന്നും പറഞ്ഞ് തുടങ്ങാൻ പോവാണ്. എന്താവുമോ എന്തോ, എന്തായാലും കണ്ടുനോക്കാം. ഇനി വേറെ ഒരുത്തി, അതായത് ഒരു ശ്രീലത. ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഒരുത്തൻ ശ്രീലത എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. സ്വകാര്യം പറഞ്ഞതാവൂല്ലേ? പക്ഷെ എല്ലാരും കേട്ടല്ലോ മോനെ, ഇത് ലൈവായി പോയില്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. ഇവനൊക്കെ നേരത്തെ പറഞ്ഞ ഗാംഗിലെ മെമ്പേഴ്സ് ആണ്. നിങ്ങളുടെ ഒക്കെ ഒരു അധോഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ഗാങ്സ്റ്ററുടെ കൂടെയാണല്ലോ നീയൊക്കെ ജോലി ചെയ്യുന്നത്. എന്തായാലും ഇനി ശ്രീലത ചേച്ചിക്ക് വേണ്ടി സത്യഭാമ പ്രത്യേകം എഴുതി തയ്യാറാക്കിയ പൂരപ്പാട്ട് നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു ശ്രീലത ലത. ഓ, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലടി. നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ? ഓ, നിന്നെ സുന്ദരിയാണല്ലോ. നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ. നിന്നെയൊക്കെ തൂറി എറിയുമെന്നല്ല സത്യഭാമ ചേച്ചി പറഞ്ഞത്. നിനക്കൊക്കെ വല്ല കഴിവുണ്ടോടാ? നിന്നെ ഞാൻ തുപ്പും, തൂറി എറിയും എന്ന ഡയലോഗാണ് സത്യഭാമ ചേച്ചിന്റെ ഈ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത്. എന്തായാലും ഇപ്പോഴാണ് ചേച്ചിക്ക് പറ്റിയൊരു പണി കിട്ടിയത്. ചേച്ചിയുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ചേച്ചിക്ക് പണി നല്ലോണം ചെയ്യും. വൈകുന്നേരം നല്ലോണം ഭക്ഷണം കഴിക്കുന്നു, രാവിലെ എണീറ്റ് തൂറി എറിയുന്നു. ആഹാ, കൊള്ളാം. എന്തായാലും ചേച്ചി ഒരു പൊളി പൊളിക്കും. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ. നീ എന്റെ സുന്ദരികൾ കുറെ ഓടിയ ഒരു വണ്ടിയാണല്ലോ. നീ എന്നെ കണ്ടാലറിയാം. ശരി, ഇത്രയും നിലവാരം കുറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവരൊക്കെ എങ്ങനെയാണ് കലാമണ്ഡലത്തിലൊക്കെ എത്തിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ ഓടിയ വണ്ടിയാണല്ലോ നീ എന്നൊരു സ്ത്രീയോട് പറഞ്ഞതിലും വലിയ സ്ത്രീ വിരുദ്ധതയും അധിക്ഷേപവും ഇല്ല. ഈ ഒരൊറ്റ പരാമർശം മതി ഇവർക്കെതിരെ കേസെടുക്കാൻ. ശ്രീലത ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയാണ് നോക്കാം കേട്ടാ. നീ വിടറി ഇതിന്റെ പുറകില് മെസ്സേജ് ഇടും നീ കേട്ടാ. നീ വലിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ. സത്യഭാമ ഇരിക്കുന്നത് കണ്ടടി 67-ാമത്തെ വയസ്സില്. എൻ്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരിൽ തൂങ്ങോടി മാലയിട്ട് കേട്ടാ. അത് നീ സൂക്ഷിച്ചോ. ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ. നിനക്ക് നിന്റെ ചാണകം മെഴുകണ. നിന്റെ തള്ളയുണ്ടടി വീട്ടില്. മെഴുകടി തള്ളേരെ മുഖത്ത് ആദ്യം, എന്നിട്ട് നീ ഇങ്ങോട്ട് വാദം കൊണ്ട് ബാക്കി. നിന്നെ ഞാൻ മെഴുകുന്നത് നേരത്തെ പറഞ്ഞത് കേട്ടാ. ഓക്കെ, വാ ഇങ്ങോട്ട് വാ, ഓടി വാ പൊന്നാര മോള്. കുറച്ച് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വളരെയധികം എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്നോട് ക്ഷമിക്കണം. നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നം തന്നെയാണത്. ആ കേൾക്കാൻ സൗകര്യമില്ല എനിക്ക്. എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സത്യഭാമ ടീച്ചർ അങ്ങനെ ഒരാളൊന്നുമല്ല. അയ്യോ പാവണ്ട്, ടീച്ചറോട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണടാ തെണ്ടികളെ. സത്യഭാമ ടീച്ചർ അങ്ങനെയുള്ള ആളൊന്നുമല്ല മക്കളെ, നായിന്റെ മക്കളെ. അങ്ങനെയുള്ള ആളല്ല പോലും. നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കണേ. എത്രയൊക്കെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി വന്ന് നിന്നാലും ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരെയും അമ്മയ്ക്ക് വിളിച്ച് തെറി പറയലാണ് ഇവരുടെ മെയിൻ ഐറ്റം. ഇനിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. കേട്ടാൽ അറച്ചു പോകും. തള്ളക്ക് വിളി ഒന്ന് കേട്ടിരിക്കാൻ കഴിയൂല. അരമണിക്കൂറോളം ഇരുന്ന് തെറി പറയുന്നുണ്ട് ഇവര്. എല്ലാം കൂടി ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒരു 2ാം ഭാഗമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. അല്ലാതെ ഈ അരമണിക്കൂർ തെറി ഒറ്റയിരിപ്പിന് കേട്ടാൽ നമ്മുടെ കിളി പോകും. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.